ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ലവ് ഹോൾ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. ഈ ഒരു മൂവിയില് ലവില് ആണുങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മളുടെ നായികയായിട്ടുള്ള അവന്തിക ഒരു മാഡത്തിനെ വിളിച്ചുകൊണ്ട് അവൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാണ്. ആ മാഡം അവനെ ഒരുപാട് ഉപദേശിച്ചു വിട്ടതാണ്, എന്നിട്ടും അവൻ അവിടെ വന്നിട്ടില്ല. അവള് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ആ മാഡം അവന്തികയോട് പറയാണ്. നമ്മുടെ ഹീറോ ആയിട്ടുള്ള രഘുവിന്റെ പേരില് ആ മാഡം എന്നിട്ട് കേസ് കൊടുത്ത് പോലീസുകാരൻ അവന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവൻ ഒരുപാട് കുടിച്ചു നിൽക്കായിരുന്നു. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അവന്റെ അടുത്ത് ഒരു പാസ്പോർട്ടും ഉണ്ടായിരുന്നു. എന്നാൽ പോലീസുകാരെല്ലാവരും കൂടി പിടിച്ച് അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ചതിച്ച് ഊട്ടിയിൽ പോയി റൂം എടുത്തതിന് ശേഷം അവൾ ഉപേക്ഷിക്കുന്നതായിരുന്നു അവൻ ചെയ്ത തെറ്റ്. ഇപ്പൊ ലേഡീസിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഗ്യാങ്ങിലെ തന്നെ ലീഡർ ആയിട്ടുള്ള സ്ത്രീ അവിടേക്ക് വന്നിട്ട് രഘുവരനെ ഒരുപാട് ചീത്ത പറയാണ് അവള് ചതിച്ചു പോയതിന്റെ പേരില്. എന്നാൽ ഇപ്പോഴാണ് രഘു ശരിക്കും അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്. രഘുവിന്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അമ്പലം, പൂജ അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആള്. അവന്റെ അച്ഛന് കടം വാങ്ങുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. അത് മാത്രമല്ല അച്ഛന് കടവും ഇല്ല. രഘു മാസം 40,000 രൂപ സാലറി വാങ്ങുന്ന ഒരു പയ്യൻ തന്നെയാണ്. കുടുംബം നന്നായി നോക്കുന്ന ഒരു പയ്യൻ. അവനക്ക് കിട്ടുന്ന സാലറി മുഴുവൻ അവന്റെ അച്ഛന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് വീട്ടു ചെലവും വാടകയും അനിയത്തിയുടെ പഠിപ്പും എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം 2,000 രൂപ മിച്ചം വരുന്നുണ്ട്. അത് അനിയത്തിക്ക് കൊടുത്ത് ഫീസിന്റെ കാര്യം നോക്കാനായിട്ടാണ് രഘു പറയുന്നത്. അത്രയും ഉത്തരവാദിത്തമുള്ള പയ്യൻ. അയൽവക്കത്തൊരു അമ്മൂമ്മ മരിച്ചിട്ടുണ്ട്, അവിടെ പോയി ഒന്ന് ബോഡി കാണുമെന്ന് രഘുവിന്റെ അമ്മ അവനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻക്ക് ഓഫീസിൽ അർജന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് അവൻ പോവാനായിട്ട് കഥക് തുറന്നതുമാണ് നമ്മളുടെ നായികയായിട്ടുള്ള അവന്തികയെ അവൻ ഫസ്റ്റ് ടൈം കാണുന്നത്. അറിയാലോ, അവളെ കണ്ടപാടെ തന്നെ അവനക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മരിച്ചുപോയ അമ്മൂമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയും ചോദിച്ചിട്ടാണ് അവള് വന്നത്. അതുകൊണ്ട് എന്താ അവനും ആ ഒരു മരിപ്പിന് പോകുന്നുണ്ട്. അച്ഛനും അമ്മയും വന്ന് അവനെ അവിടെ കണ്ടിട്ട് ഞെട്ടിപ്പോകാണ്. വരില്ലാന്ന് പറഞ്ഞ ആള് എന്തിനാണ് വന്നേന്നും ചോദിച്ചിട്ട് അവന്തികനെ പെണ്ണ് കാണാൻ വന്ന ഫീൽ ആയിരുന്നു അവൻക്ക്. പിന്നെ അവളെ എങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അവന് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നുണ്ട്. ആ കഥ അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഞാൻ പറയുന്ന ആ ഒരു ഓർഡറില് കഥ കേൾക്കാനായിട്ട് പോലീസുകാരനോട് വരെ അവൻ പറയുന്നുണ്ട്. ഒരു ദിവസം അവന്തികയെ പിക്കപ്പ് ചെയ്യാനായിട്ട് രഘു പോകുന്നുണ്ട് ഒരു ബീച്ചിലേക്ക്. അവളും ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ബൈക്കിന്റെ മുകളിൽ കയറുമ്പോൾ ഈ ബൈക്ക് ആരുടേതാണെന്നാണ് രഘു ചോദിക്കുന്നത്. അവന്തിക വിചാരിച്ചത് അത് അവന്റെ ബൈക്കാണെന്നാണ്. പക്ഷെ അവനക്ക് ബൈക്കേ ഉണ്ടായിരുന്നില്ല. അവൻ ഓട്ടോയിൽ പോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ വരില്ല എന്നാണ് പറയുന്നത്. വേഗം തന്നെ ഒരു ബൈക്ക് വാങ്ങാതെ നിന്റെ കൂടെ ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞ് അവള് പിണങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ അടുത്ത് ചെന്ന് അവൻ ബൈക്ക് വാങ്ങുന്ന കാര്യം പറയാണ്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ബൈക്ക് എടുക്കാമെന്നാണ് അവൻ കരുതുന്നത്. അച്ഛനോട് അത് ചെന്ന് പറയുമ്പോൾ കടം വരുത്തണ്ടെന്ന് പറഞ്ഞ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല. വണ്ടി വാങ്ങാനായിട്ടല്ല സമ്മതിക്കാത്തത്, പകരം ഇൻസ്റ്റാൾമെന്റിന് വാങ്ങണ്ട, ഫുൾ പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് പറയുന്നുണ്ട്. അമ്മ അവന്റെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛനും കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൊക്കം പൈസ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ഷോറൂമിലേക്ക് രഘു അവന്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവന്റെ കയ്യിൽ ഇപ്പോ 1,00,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട് അവനോട് സ്പോർട്സ് ബൈക്ക് എടുക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൻ പിന്നെ അതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ഒരു ആക്റ്റീവ പോലത്തെ എന്തെങ്കിലും മതി എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിക്കാൻ വേണ്ടി അവന്തികയെ അവൻ വിളിക്കുമ്പോൾ സ്പോർട്സ് ബൈക്ക് മാത്രം മതി, അല്ലെങ്കിൽ നീ ബൈക്ക് വാങ്ങാൻ നിൽക്കണ്ടാന്ന് അവളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന 1,00,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കി ഇൻസ്റ്റാൾമെന്റിന് അവൻ ആ ഒരു സ്പോർട്സ് ബൈക്ക് തന്നെ എടുക്കാണ്. അവിടെ തൊട്ടാണ് അവന്തികയുടെ വിളയാട്ടം തുടങ്ങിയത്. ആ ബൈക്കിൽ അവളെ പിക്കപ്പ് ചെയ്യാണെന്ന് വെച്ചാലോ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അവൾ ഇരിക്കാറുള്ളത്. അപ്പുറത്തെ ബൈക്കിലാണോ അവള് വരുന്നേന്നുള്ള ഡൗട്ട് വരെ രഘുവിന് ഉണ്ടായിരുന്നു. അവളെ ടച്ച് ചെയ്യാൻ പോലും അവനക്കൊന്നും കിട്ടിയിട്ട് പോലും ഇല്ല. രാവിലെ അവളെ പിക്കപ്പ് ചെയ്ത് അവളെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയാണ് അവനക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. വൈകിട്ടാണെങ്കിലോ അവൻ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ അവളെ പിക്കപ്പ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. ഈ സ്പോർട്സ് ബൈക്കിനാണെങ്കിലോ മൈലേജ് ഭയങ്കര കുറവാണ്. പെട്രോൾ അടിച്ചടിച്ചടിച്ച് അവനക്ക് വയ്യാതായി. സിനിമക്ക് പോകുമ്പോൾ പോലും അവൾ ഇരുന്ന് സിനിമ കാണും, ഒരു റൊമാൻസ് ഇല്ല. അത് മാത്രല്ല ഇന്റർവെല്ലിന്റെ സമയത്ത് ഒരു ബൾക്ക് സാധനങ്ങളാണ് അവൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അവൾ എന്തോ തിന്നാൻ വേണ്ടി വന്നതുപോലെയാണ് തിയേറ്ററിലേക്ക്. 3,600 രൂപ അവിടെ തന്നെ ബില്ലാവുന്നുണ്ട്. മൊത്തം അവന് ഒരു സിനിമക്ക് പോണെങ്കിൽ തന്നെ 4,000 രൂപയാണ് ബില്ല് വരുന്നത്. ഇവളിങ്ങനെ തീറ്റിപ്പോറ്റിട്ട് ആ ഒരു ചെലവൊന്നും അവനക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആകെ 40,000 രൂപയല്ല സാലറി ഉള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ നോക്കും. അതുകൊണ്ട് തന്നെ അവനൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ക്രെഡിറ്റ് കാർഡ് കൈ കിട്ടുമ്പോ തന്നെ അവന്തിക അവിടേക്ക് എത്തുന്നുണ്ട്. അവള് നേരെ അവനെയും കൊണ്ട് ഒരു ഡയമണ്ട് ഷോറൂമിലേക്ക് പോയി എത്രയോ വിലപിടിപ്പുള്ള ഒരു സ്വർണം വാങ്ങുന്നുണ്ട്. ആ ഒരു അക്സസറീസ് അവള് വാങ്ങിയതിന്റെ പേരിൽ 50,000 രൂപയാണ് രഘുവിന് ബില്ല് വന്നത്. ആ ബില്ല് കെട്ടിയിട്ട് വരാനായി അവന്തിക അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. 50,000 എന്ന് കേട്ടതും അവൻ അവിടെ വഴക്കുണ്ടാക്കാണ്. അവൾക്ക് എന്തോ നാണക്കേടാണെന്നും വേഗം ബില്ല് കൊടുത്തു വരാനായിട്ട് അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനും വേറെ നിവൃത്തിയില്ലാതെ ബില്ലും കൊടുത്തു വരുന്നുണ്ട്. സ്റ്റാർബക്സിൽ നിന്ന് മാത്രമേ അവള് കോഫി വാങ്ങുള്ളായിരുന്നു. പിന്നീടാണ് ഒരു ദിവസം അമ്പലപ്പറമ്പിൽ അവള് 150 രൂപക്ക് വില
വില പേശുന്നത് അവൻ കാണുന്നത്. അവന്റെ പൈസയാണെങ്കിൽ വീശി എറിയാൻ പറയാ. അവളുടെ പൈസക്ക് അവൾ ഇത്രയും വില പേശുന്നത് കണ്ട അവളുടെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാവാണ്. ആ ഒരു ഷോപ്പുകാരൻ അവളെ പറ്റി എന്തോ ഒരു മോശം പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് അവൻ തല്ലുണ്ടാക്കുന്നുണ്ട്. അത് കണ്ട് അവളും നീ എന്ത് തെമ്മാടിയാണെന്ന് പറഞ്ഞ് അവനെ ചീത്ത പറയാണ്. രഘുവിന്റെ ഓഫീസിലുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് സാക്ഷിയായിട്ട് രഘുവും അവന്തികയാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ആ ഒരു പെൺകുട്ടി അവളുടെ ഓഫീസിൽ തന്നെയുള്ള ഒരു പയ്യനെ സ്നേഹിച്ചിരുന്നു. ആ ഒരു ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ആ ഓഫീസിൽ തന്നെയുള്ള വേറൊരു പയ്യനായിട്ട് ഇവളിപ്പോ കല്യാണം കഴിക്കുന്നത്. ആ ഒരു പയ്യൻ ഇവളുടെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. രഘു ഇപ്പൊ വല്ലാത്ത കടക്കാരനായിരിക്കുകയാണ്. അവന്റെ EMI കാർഡിന്റെ അടവിന് വേണ്ടിയിട്ട് ആൾക്കാർ അവനെ വിളിച്ചോണ്ടേയിരിക്കുകയാണ്. ആ പൈസയും കൊണ്ട് അവൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഓഫീസിലേക്ക് വരാനും അവിടെ വെച്ച് പൈസ അടയ്ക്കാനും അവൻ പറയാണ്. അങ്ങനെ അവൻ പോകുന്ന സമയത്താണ് അച്ഛൻ അനിയത്തിയുടെ ഫീസിനെ കുറിച്ച് പറയുന്നത്. അവന്റെ കയ്യിലാകെ ക്രെഡിറ്റ് കാർഡിന് അടയ്ക്കേണ്ട പൈസ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛൻ അവൻ ക്രെഡിറ്റ് കാർഡ് വാങ്ങിയത് തന്നെ അറിയില്ലായിരുന്നു. അച്ഛന് കട ഒന്നും വാങ്ങണ ഇഷ്ടമല്ലല്ലോ. നിന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോന്ന് അച്ഛൻ ഷോക്കായി ചോദിക്കുമ്പോൾ രഘു വന്ന അല്ല എന്റെ ഫ്രണ്ട് എന്തോ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അത് അടയ്ക്കാൻ വേണ്ടി എന്നോട് പൈസ ചോദിച്ചിരുന്നതാണ്. അത് കുഴപ്പമില്ല, അവന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് അച്ഛൻ ഫീസ് അടക്കിന്ന് പറഞ്ഞ് ആ ഒരു പൈസ എടുത്ത് രഘു അച്ഛന് കൊടുക്കുന്നുണ്ട്. ഓഫീസിലെത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രഘുവിനെ അവന്തിക വിളിക്കുന്നുണ്ട്. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് ഓഫീസ് ഫോണിലേക്ക് അവള് വിളിച്ചിരിക്കുന്നത്. അതിന്റെ പേരിൽ അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിലെ പൈസ കെട്ടാൻ അവന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ശരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് ഫോണ്. അപ്പൊ ബോസ് വന്ന് ഓഫീസ് ഫോണിൽ ഇങ്ങനെ കൊഞ്ചി കൊഴിയുന്നതിന്റെ പേരിൽ അവനെ വീണ്ടും ചീത്ത പറയാണ്. ക്രെഡിറ്റ് കാർഡിന്റെ പൈസ കെട്ടാത്തോണ്ട് തന്നെ അയാള് അവിടെ വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ രഘുവിനെ നാണം കെടുത്തുന്നുണ്ട്. ഈ സമയത്തെല്ലാം അവന്തിക അവനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം കൂടി അവനക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇതെല്ലാം പോലീസുകാരനോട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൻ ഇപ്പോഴാണ് അവന്റെ അവസ്ഥകളെല്ലാം മനസ്സിലാകുന്നത്. ഒരു ദിവസം മൂവി കാണാനായി തിയേറ്ററിലേക്ക് രഘു അവന്തികയും കൂടി പോകുന്നുണ്ട്. അവിടെ വെച്ച് അവളെ ഒന്ന് കിസ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുകയും അവള് പുറത്ത് കൊണ്ടുവന്ന് അവൻ ഒരുപാട് ചീത്ത പറയാണ്. നീ ഇത്തരത്തിലുള്ള ഒരു പയ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അവള് പിണങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ വിഷമെല്ലാം അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞ അവന് ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്തിക അവനെ വിളിച്ചിട്ട് ഹസ്കി വോയിസിൽ അവളുടെ വീട്ടിൽ ആരും ഇല്ലാന്ന് അവിടേക്ക് വരാനായിട്ടും പറയുന്നുണ്ട്. അവൻ എന്തൊക്കെ പ്രതീക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് അവള് പുതിയ സാരി എല്ലാം ഉടുത്ത് ഭയങ്കരമായിട്ട് ഒരുങ്ങി നിൽക്കായിരുന്നു. അത് കണ്ട രഘുവും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു വിചാരിച്ചാല് അവള് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാനായിട്ട് അവന്തിക രഘുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് കണ്ട് അവള് വീണ്ടും ചൂടാവാനായിട്ട് തുടങ്ങാണ്. കാരണം അവൾ ഉദ്ദേശിച്ചത് തിന്നാനായിട്ട് എന്തെങ്കിലും സ്നാക്സ് ആയിരുന്നു. തിയേറ്ററിൽ വെച്ച രഘുവിന് ചീത്ത പറഞ്ഞതിന്റെ വിഷമത്തിലാണ് അവള് ആരുമില്ലാത്ത സമയത്ത് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അല്ലാതെ അവള് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും പറഞ്ഞ് അവള് കരഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവൻ വീണ്ടും അവളെ ബെറ്റ് ചെയ്യാണ്. ആ ദേഷ്യത്തിന് അവനെ ഉന്തിയിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. കുറെ പൈസ ചെലവാക്കാന്നല്ലാതെ ഇവര് ഇന്നേ വരെ ലവേഴ്സ് ആയോ എല്ലാം കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രഘുവിനെ അവന്തിക അവളുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവന്റെ കയ്യിൽ ആ ഒരു കോണ്ട എടുത്ത് അവള് കൊടുക്കാണ്. അവന് നാണക്കേട് കൊണ്ട് അത് പോക്കറ്റിൽ വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് എന്തിനാ എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് തരുന്നതെന്ന് അവൻ ചോദിച്ചതും ഇവരാരും കണ്ടാലും എനിക്കൊരു പ്രശ്നവും ഇല്ല, പക്ഷെ ഇതെന്റെ അമ്മ കണ്ടു, നീ എന്നെ വേഗം ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അവൻക്ക് പക്ഷെ കല്യാണപ്രായത്തിലുള്ള ഒരു പെങ്ങളുണ്ടായിരുന്നല്ലോ, അവളുടെ കല്യാണം കഴിയാതെ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് രഘു പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വിശക്കുപ്പി എടുത്ത് അവൾ അത് കുടിക്കുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ രഘുവും കല്യാണത്തിന് സമ്മതിച്ച് രണ്ടുപേരും കൂടി അവളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഊട്ടിയിലേക്ക് പോകാണ്. അവളാണ് നിർബന്ധിച്ച് ഊട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. കല്യാണം ഭയങ്കര ലഘുവായിട്ട് നടത്താന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഒളിച്ചോട്ടാണെങ്കിൽ പോലും അവൾ വേഗം സാരി എടുക്കാനായിട്ട് ഷോപ്പിംഗ് മോളിലേക്ക് കയറുന്നുണ്ട്. മാത്രമല്ല അവൾ എടുത്തത് 1,00,000 രൂപ വില വരുന്ന സാരിയായിരുന്നു. ഈ സ്വർണത്തിലുള്ള താലിയും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഏറെക്കുറെ 2,50,000 രൂപയോളം അവൾ അന്നത്തെ ആ ഒരു ദിവസം ചെലവാക്കുന്നുണ്ട്. പിന്നീട് അമ്പലത്തിൽ പോയി നോക്കുമ്പോൾ അമ്പലം പൂട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവര് റൂം എടുക്കാണ്. ആ റൂമിൽ വെച്ചിട്ട് അവന്തിക പറയുന്നത് ഊട്ടിയിൽ വെച്ചിട്ടായിരിക്കും അവളുടെ ഫസ്റ്റ് റൊമാൻസ് ഉണ്ടാവാന്ന് അവള് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനോട്. അതിനു വേണ്ടിയിട്ടാണ് ഊട്ടിയിലേക്ക് അവള് കൂട്ടിക്കൊണ്ടു വന്നതെന്ന്. അല്ലാതെ കുടുംബക്ഷേത്രം ഒന്നും ഊട്ടിയിൽ ഉണ്ടായിരുന്നില്ല. കല്യാണം നടത്താമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കല്യാണം നടന്നില്ലല്ലോ. പക്ഷെ അവരുടെ റൊമാൻസ് അന്നത്തെ രാത്രി നടക്കുന്നുണ്ട്. രഘുവിനിപ്പോൾ അർജന്റായിട്ട് ഒരു കോള് വരാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അവന്തികനെ കാണാനില്ലാതെ അവളുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രഘുവിന്റെ അച്ഛനെയും പെങ്ങളെയും അമ്മയെയും പോലീസുകാര് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേക്കാണ്. അതിന്റെ ദേഷ്യത്തിലാണ് രഘു ഇപ്പോ എന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടു വരണം, അല്ലാതെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടു വരരുതെന്ന് അവൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവന്തികയുടെ അമ്മ അവിടേക്ക് വന്ന് അവളുടെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കാണ്. രഘുവിന്റെ അച്ഛൻ രണ്ടുപേരും കൂടി സംസാരിച്ച് കല്യാണം നടത്തി കൊടുക്കാം എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അവന്തികയുടെ അമ്മക്ക് ഇതിൽ
താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ പേരിൽ ഒരുപാട് കട ഉണ്ടെന്നും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവൻ ഇത്രയും പൈസ ഉപയോഗിച്ചിട്ട് അത് കൊടുക്കാതെ മുങ്ങി നടക്കാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു അമ്മക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരാൾക്ക് എന്റെ മകളെ കൊടുക്കില്ല എന്നാണ് ആ ഒരു അമ്മ പറയുന്നത്. അമ്മ അവന്തികയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. തിരിച്ചു വന്ന അവന്തിക എനിക്ക് രഘുവിനെ വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. ഇതുകൊണ്ട് തന്നെ രഘുവിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും വലിയ നാണക്കേടാവുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് രഘു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പോലും ആ ഒരു അച്ഛൻ അറിഞ്ഞത്. ഇത്രയും വലിയ കടക്കാരനാണ് തന്റെ മകനെന്ന് അച്ഛൻ അറിഞ്ഞ് ആകെ തളർന്നു പോകുന്നുണ്ട്. അന്ന് മുതല് അച്ഛൻ രഘുവിനോട് സംസാരിക്കാതാവാണ്. മാത്രമല്ല അമ്മ വലിയ ദേഷ്യവും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഘുവിന്റെ അമ്മ വയ്യാതെ തളർന്നു വീഴുന്നത്. അമ്മയെ ഒരു ഓട്ടോയിൽ അയച്ചതിന് ശേഷം രഘു അച്ഛനും കൂടി ഹോസ്പിറ്റലിലേക്ക് അവന്റെ ആ ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ ലോണിന്റെ ആൾക്കാർ വന്ന് രഘുവിനെയും അച്ഛനെയും അവിടെ ഇട്ട് തല്ലാണ്. അച്ഛന്റെ മുഖത്ത് പോലും അടിക്കുന്നുണ്ട്. നാട്ടുകാരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ പൈസ അടയ്ക്കാത്തോണ്ടാണ് വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ് നാണം കെടുത്തിട്ട് ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിലും അച്ഛന് വലിയ നാണക്കേടാവുന്നുണ്ട്. അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോവാണ്. രഘു ഹോസ്പിറ്റലിൽ എത്തുമ്പോ അമ്മക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നും അവനക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അനിയത്തി വേഗം പൊക്കോളാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ രഘുവിന്റെ കൊളീഗ്സ് എല്ലാവരും ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് രഘുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ലാപ്പും പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നതെല്ലാം രഘു ആയിരുന്നു. അനിയത്തി പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തതിന് ശേഷം രഘു അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവന്തിക അവന്റെ മുന്നിൽ വന്ന് നിൽക്കാണ്. അമ്മ മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അമ്മയുടെ കൂടെ പോയതെന്ന് രഘുവിനോട് അവള് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്ക് നിന്നെ വേണ്ടാന്ന് രഘുവും പറയാണ്. അതിന്റെ ദേഷ്യത്തിൽ അവന്തിക എന്റെ അമ്മയോട് നീ വന്ന് സംസാരിച്ചേ പറ്റൂന്നും പറഞ്ഞ് അവന്റെ ബാഗ് പിടിച്ച് വലിക്കുകയും അത് വലിച്ചെറിഞ്ഞപ്പോ ആ ലാപ്പ് ഒരു വണ്ടി കയറി തകർന്നു പോവുകയും ചെയ്യാണ്. വീണ്ടും അവള് നീ എന്നെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകും, സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ ദേഷ്യത്തില് രഘു അവളുടെ കൊരക്കില് പിടിച്ച് ഞാൻ തന്നെ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് ഈ വുമൻസിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന ആ ഒരു ലേഡിയുടെ സദസ്സിലേക്കാണ് കയറി വരുന്നത്. ഇങ്ങനെ ഒരു പെണ്ണിനെ കൊരക്കി പിടിച്ച ഒരാണ് നിൽക്കുന്നോണ്ട് തന്നെ അവളും അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല എന്ന് അവള് പറഞ്ഞത് കൊണ്ട് തന്നെ രഘുവും ഉറപ്പായിട്ട് ഇന്ന് വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ അമ്മയോട് ചെന്ന് സംസാരിക്കാമെന്ന് രഘു ആ മാഡത്തിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് രഘു അവന്റെ ഓഫീസിലേക്ക് പോകുന്നത്. പക്ഷെ ഓഫീസിലെത്തിയപ്പോൾ അവന്റെ ജോലി ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അവന്റെ ലാപ്ടോപ്പ് അവിടെ വാങ്ങി വെക്കുന്നുണ്ട്. പേഴ്സണൽ ലോണിന്റെ ആൾക്കാരെ അന്വേഷിക്കാനായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലോണും ക്യാൻസൽ ആവുന്നുണ്ട്. രഘുവിനോടുള്ള ദേഷ്യത്തോണ്ട് തന്നെ ആ അച്ഛനും ആ കുടുംബവും അവിടെ നിന്ന് വീട് മാറി അവരെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന നേരത്തെ അച്ഛൻ വീടിന്റെ ആധാരവും സ്ഥലത്തിന്റെ ആധാരവും എല്ലാം രഘുവിന്റെ കയ്യിൽ കൊടുത്ത് അത് വിറ്റോ പണയം വെച്ചോ നീ നിന്റെ കടങ്ങളെല്ലാം തീർത്തിട്ട് വേണം തിരിച്ചു വരാനെന്ന് രഘുവിനോട് പറയുന്നുണ്ട്. അച്ഛൻ അവനോട് അത്രയും ദേഷ്യമായിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിലുള്ള എല്ലാവരും ഇപ്പോ കടക്കാരന്റെ അച്ഛനായിട്ടാണ് തന്നെ കാണുന്നതെന്ന് രഘുവിന്റെ അച്ഛൻ പറയാണ്. അങ്ങനെ ആ ഒരു വീട്ടില് രഘു ഒറ്റക്കാവാണ്. ഈ സമയത്തും അവന്തിക അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യത്തില് അവന്തികനെ അവൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ഫോൺ സ്പീക്കറിൽ ഇട്ടോണ്ട് തന്നെ ഓഫീസിലുള്ള എല്ലാവരും ഈ മാഡ് അടക്കം ആ ചീത്ത വിളിച്ചതൊക്കെ കേൾക്കാണ്. അങ്ങനെയാണ് ആ ഒരു മേഡം പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ചെയ്തത്. ഇപ്പൊ രഘുവിന് ദുബായിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് പോകാനായിട്ട് നിൽക്കാണ്. ആ സമയത്താണ് പോലീസുകാരൻ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനക്ക് ദുബായിലേക്ക് പോകാനും പറ്റുന്നില്ല. ഇപ്പൊ അവന്തിക എവിടെയാന്ന് നോക്കിയാല് രഘു പറയുന്നുണ്ട് അവള് വന്നോണ്ടിരിക്കുകയാണെന്ന്. അതെങ്ങനെ മനസ്സിലായി എന്നറിയോ? അവന്തിക അടച്ചിരിക്കുന്ന 8000 രൂപയുടെ സ്പ്രേ രഘു ആണ് അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അവന്തിക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് ആ ഒരു മേഡം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഡം അവന്തികക്കെതിരെ തിരിയാണ്. അവളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാണിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെലവാപ്പിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ വെച്ചും രഘു ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് അവളെ വേണ്ടാന്ന്. പക്ഷെ അവൻ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല. അവൻക്ക് L3 വേണമെന്ന് പറയാണ്. അതായത് ലവ് ലീവ് ലെറ്റർ. ഇങ്ങനെ രഘു എന്ന് പറഞ്ഞ ഒരു പയ്യനെ സ്നേഹിച്ചിരുന്നെന്നും അതിന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവനക്ക് എന്നെ വേണ്ട, ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട്, ഞാൻ കാരണം ഒരുപാട് നഷ്ടം അവനക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതും പറഞ്ഞ് ഞാൻ ഇനി അവനെ ശല്യം ചെയ്യില്ല എന്നും പറഞ്ഞ് അവളുടെ പേര് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് രഘു പറയുന്നുണ്ട്. എന്നാൽ അവന്തിക അതിന് തയ്യാറായിരുന്നില്ല. കാരണം അവൾക്ക് രഘുവിനെ വേണമെന്ന് തറപ്പിച്ച് പറയാണ്. അപ്പൊ രഘു ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. ഒരു 4 മാസത്തേക്ക് അവന്തികയോട് രഘു ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ. അതായത് ഇത്രയും വർഷം 4 വർഷത്തോളം അവര് സ്നേഹിച്ചിരുന്നു. ഈ 4 വർഷം രഘു ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അവന്തികയോട് തിരിച്ചു ചെയ്യണമെന്ന് രഘു ആവശ്യപ്പെടുന്നുണ്ട്. ആ മേഡം അവന്തികയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് നീ സമ്മതിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് രഘുവിനെ വിട്ടുകളയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പോലീസുകാരന്റെ അടുത്ത് വന്ന് നിന്ന് അവൾ പറയുന്നുണ്ട് ഇനി മുതൽ ഞാൻ രഘുവായിട്ട് 4 മാസം കണ്ടിന്യൂ ചെയ്യാം, അത് കഴിഞ്ഞാൽ എനിക്ക് അവനെ കിട്ടുമല്ലോ എന്ന്. അങ്ങനെ രഘു അവന്റെ ആ ഒരു വിളയാട്ടം തുടങ്ങാണ്.
അവന്റെ ബാഗ് അവന്തികയുടെ നേരെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ലഗേജ് കൊടുത്തപ്പോ അവന്തിക അവന്റെ പിന്നാലെ പോകാണ്. ഡെയിലി അവനെ ഇനി പിക്കപ്പ് ചെയ്യേണ്ടതും ഡ്രോപ്പ് ചെയ്യേണ്ടതും എല്ലാം അവന്തികയുടെ ഡ്യൂട്ടി ആയിരിക്കുകയാണ്. രഘു ഇപ്പൊ അമ്മയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് പോലും വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് അവന്തികനെ. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അവന്റെ ആ ഒരു കോള് അവൾ എടുക്കുന്നത് തന്നെ. നാളെ രാവിലെ എന്നെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരണമെന്ന് രഘു അവളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾക്ക് നാളെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് അവള് പറയുന്നുണ്ട്. ഈ ദേശത്തില് പോലീസുകാരനെ വിളിച്ചത് രഘു പറയുന്നുണ്ട് അവൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്, എനിക്ക് L3 വാങ്ങി തരാൻ. പോലീസുകാരൻ അവന്തികയെ വിളിക്കുമ്പോ L3 ഒന്നും കൊടുക്കണ്ട, നാളെ ഞാൻ ചെന്ന് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തോണ്ടെന്ന് അവൾ ഉറപ്പ് നൽകാണ്. പിറ്റേ ദിവസം പറഞ്ഞ പോലെ തന്നെ അവള് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവന്തിക അവന്റെ പിന്നാലെ നടന്ന് അവൻ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം അവനാന്ന് വെച്ചാൽ അവളെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു ബിവറേജിൽ ചെന്ന് മദ്യം വാങ്ങിച്ചു തരാൻ പോലും അവന്തികയോട് അവൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവള് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ ഓഫീസിലേക്ക് പോകുന്നത്. ആ സമയത്താണെന്ന് വെച്ചാൽ ഓഫീസിലുള്ള സെക്യൂരിറ്റി ക്ലീനിങ്ങിന് ഇവിടെ ആവശ്യമില്ല, പൊക്കോളാൻ പറഞ്ഞ് അവളെ തിരിച്ചയക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവള് അവന്തികയാണെന്ന് സെക്യൂരിറ്റിയോട് പറയുന്നത്. മേഡം ആദ്യം വരുമ്പോ അവിടെ നിന്ന് വരുമ്പോ ഇവിടൊക്കെ മണം വരാറുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനത്തെ കോലം എന്ന് അവളോട് ചോദിക്കുമ്പോഴാണ് അവള് കണ്ണാടി പോയി നോക്കുന്നത്. അവളുടെ കോലം ഒരു പേക്കോലായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ചുറ്റിരുന്ന് അവളുടെ കൈയും കാലും എല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ അവളെ ഉപദേശിക്കുന്നുണ്ട്, നീ അവനെ വിട്ട് കളഞ്ഞേക്കാം. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഇവളുടെ അമ്മ ഇവൻ ഇത്രയും ചെലവാക്കുന്ന ഒരാളാണെന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞപ്പോ പോലും അവൻ അവളെ ഒറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരാളെ വിട്ട് കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് അവന്തിക അവരോട് എല്ലാവരോടും പറയുന്നത്. ബിവറേജ് വിട്ട് തന്നെ കൊണ്ട് കള്ള് വാങ്ങിപ്പിച്ചോണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൽ അവന്തിക അവനെ വഴിയിൽ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ പോലീസുകാരനെ വിളിച്ചുകൊണ്ട് ഇപ്പൊ അവന്തികയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. അവളോട് വഴിയിൽ വിട്ടിട്ട് പോയതിന്റെ റീസൺ ചോദിക്കുമ്പോ അവള് പറയുന്നത് ബിവറേജ് വിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു, ഞാനൊരു പെണ്ണല്ലേ എന്നാണ്. എന്നാൽ അവനൊരു വോയിസ് എടുത്ത് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നട്ടപ്പാതിരാക്ക് വിശക്കുന്നു പറഞ്ഞു ഫുഡ് വാങ്ങിപ്പിച്ചതും ഭയങ്കര തിരക്കുള്ള മൂവി ടിക്കറ്റ് വാങ്ങിപ്പിച്ചതും അങ്ങനെ ഒരുപാട് അവന്തിക അവനെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാരന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവന്തികയും ഇനി മേല ഇത് ആവർത്തിക്കില്ല സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭയങ്കര ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ അവന്തിക നാളെ ഒരു ദിവസം മാത്രം രഘുവിനോട് ലീവ് ചോദിക്കുന്നുണ്ട്. അതായത് നാളെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും എന്നെ കൊണ്ട് പറ്റില്ല, നാളെ ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് ഓഫീസിലേക്ക് ഒരുങ്ങി പോകട്ടെ എന്ന് അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം അവള് ഭയങ്കരമായിട്ട് ഓഫീസിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രഘുവിന്റെ കടക്കാരെ എല്ലാവരെയും അവന്തികയുടെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് 4 മാസം ഇനി നീ രഘു ആയിരിക്കില്ലേ, അതുകൊണ്ട് എന്റെ കടങ്ങളെല്ലാം ഏറ്റെടുക്കണം എന്ന് പറയാം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ L3 തരാനും അവളോട് പറയുന്നുണ്ട്. ആ ഒരു വാശിയിൽ അവന്റെ കടങ്ങളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. മൊത്തം 15 ലക്ഷം രൂപ അവനക്ക് കടങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ വീടിന്റെ ആധാരം അവൻ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിനക്ക് സമ്മതല്ലെങ്കിൽ ഞാൻ എന്റെ വീട് പണയം വെച്ചായാലും ഈ കടങ്ങളെല്ലാം ഞാൻ വീട്ടിക്കോളാം, എനിക്ക് ഒരു L3 മാത്രം തന്നാ മതി എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവൾ ആ ഒരു കടങ്ങളെല്ലാം ഏറ്റെടുത്ത് അത് വീട്ടാനായിട്ട് ഒരുങ്ങാണ്. അവളുടെ തല ഇപ്പൊ പെരുത്തോണ്ടിരിക്കുകയാണ്. ഓവർ ടൈം അവള് ഡ്യൂട്ടി ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിനിടയില് രഘു വിളിച്ചിട്ടാണെങ്കിലോ അവിടെ പോണം ഇവിടെ പോണം എന്നും പറഞ്ഞ് അവളെ ശല്യം ചെയ്യുന്നുമുണ്ട്. രഘു വാങ്ങി തന്ന ആ ഒരു മാല ആ സെയിം കടയിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. അവൾ അന്ന് ഡയമണ്ട് ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷെ ആ ഒരു അസസറിക്ക് അവൾക്ക് ആ ഒരു വില കിട്ടുന്നില്ല. അന്ന് രഘുവിനോട് നാണക്കേടാവുന്നു, വേഗം പൈസ കൊടുക്കെന്ന് പറഞ്ഞ് അവള് അവിടെ കിടന്ന് തല്ലുണ്ടാക്കുന്നുണ്ട്. അതിനൊന്നും അവൾക്ക് നാണക്കേടില്ല. ഇവൾ ആ ഒരു മാല വിൽക്കാൻ വന്നതല്ല, രഘു പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. തന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് രഘു വിചാരിക്കുന്നുണ്ട്. അവന്തികക്ക് ഇപ്പൊ പൈസക്ക് ഒരുപാട് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവളുടെ മാനേജർ ആയിട്ടുള്ള ഒരാളോട് 1000 രൂപ കടം വാങ്ങുന്നുണ്ട്. അയാൾ അപ്പൊ തന്നെ ആ ഒരു പൈസ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രി ഏതോ ഒരു ഹോട്ടലിലേക്ക് അവളോട് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവളും കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകാണ്. അവളൊരു ചേട്ടനെ പോലെയാണ് അവനെ കണ്ടിരുന്നത്. ഈ ഒരു കാര്യം കരഞ്ഞോണ്ട് അവളുടെ ഫ്രണ്ടിനോട് അവൾ പറയുന്നുണ്ട്. ഫ്രണ്ട് ആണെങ്കിൽ രഘുവിനെ കാര്യം അറിയിക്കുന്നുണ്ട്. രഘു വന്ന ആ ഒരു മാനേജറെ തല്ലി ചതച്ചിട്ട് അവിടെ നിന്ന് പോകാണ്. തനിക്ക് വേണ്ടി തല്ലുണ്ടാക്കിയോണ്ട് തന്നെ അവന്തികക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. അവൾ അന്ന് വലിയ സന്തോഷത്തിലായിരുന്നു. അന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അമ്മ നല്ല രീതിയിൽ തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവന്തികക്ക് ഒരു 100 മെസ്സേജ് വരുന്നുണ്ടെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്ത് രഘു ഒന്നും മെസ്സേജ് അയച്ചു പോലും ഇല്ലായിരുന്നു. ബർത്ത്ഡേ പാർട്ടി കൊടുക്കാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് അവന്തിക രഘുവിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട രഘുവും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ ഫുഡെല്ലാം നിങ്ങൾ കഴിക്കുമല്ലോ അല്ലെ, വേറുള്ളൊരു പൈസ പേ ചെയ്യുമ്പോ ഇത്രയും ഓർഡർ ചെയ്യുന്നതിന് എന്താ മടി, മൂക്കുമുറ്റം തിന്നാനായിട്ട് വയറും വാടകയൊക്കെ എടുത്ത് വന്നേക്കാന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്സ് എല്ലാവരും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. രഘുവിനോട് അവന്തിക എന്നാ ദേഷ്യപ്പെടുന്നില്ലായിരുന്നു. വിശപ്പിന്റെ വില അറിയുന്നവർക്കാണ് ഫുഡ് കൊടുക്കേണ്ടതെന്നും പറഞ്ഞ് തെരുവിൽ
സ്കൂളിലുള്ള കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന ആ ഒരു ഫുഡ് എല്ലാം രഘു കഴിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അവന്തികയെ ഒരു ദൈവത്തെ പോലെയാണ് ആ ഒരു കുട്ടികളെല്ലാവരും കാണുന്നത്. അവൾക്ക് അന്നത്തെ ആ ഒരു ബർത്ത്ഡേ സൂപ്പർ ആയെങ്കിലും പിറ്റേ ദിവസം അവൾ ഓഫീസിൽ വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഫ്രണ്ട് മാത്രം അവളെ മാറ്റി നിർത്തി ഞങ്ങൾ അത്രയും അപമാനിച്ചിട്ടും നീ എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാൽ രഘുവിനെ വേദനിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല എന്നും എനിക്ക് അവനാണ് വലുതെന്നും അവന്തിക ഫ്രണ്ടിനോട് പറയാണ്. കാരണം ഇന്നേ വരെ അവൾ ഇത്രയും നല്ല രീതിയിൽ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവൻ അത്രയും നല്ല ആളാണെന്നും അവൻ എനിക്ക് വേണമെന്നാണ് അവന്തിക ഒരു കൂട്ടുകാരിയോട് പറയുന്നത്. പിന്നീട് അവന്തിക ഒരു മടിയുമില്ലാതെ അവനെ പിക്കപ്പ് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും ഒക്കെ സന്തോഷത്തോടുകൂടി ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവന്തികയുടെ വീട്ടിലേക്ക് പേഴ്സണൽ ലോണിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും ആൾക്കാരെല്ലാവരും വരുന്നത് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കടം വന്നിരിക്കുന്നതെന്ന് അമ്മക്ക് സംശയം തോന്നാണ്. അതിനിടയിൽ രഘുവിന്റെ അനിയത്തി നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അവനെ വിളിച്ചു പറയുന്നുണ്ട്. അവന്തികയുടെ അടുത്തേക്ക് ഇപ്പോൾ രഘുവിന്റെ കടക്കാരെല്ലാവരും ചെല്ലുന്നുണ്ട്. ആ സമയത്താണ് അവള് ചെയ്ത എന്തോ ഒരു പ്രോജക്റ്റ് ഫെയിൽ ആയെന്നും പറഞ്ഞ് അവളെ ടെർമിനേറ്റ് ചെയ്യുന്നത്. അവളുടെ ജോലി പോകുന്നുണ്ട്. അതറിഞ്ഞ രഘുവും അവളെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. നീ എന്റെ ജോലി കളഞ്ഞു, ഞാൻ നിന്റെ ജോലിയും കളഞ്ഞു. ഇപ്പൊ ഒരു സന്തോഷമുണ്ട്, എനിക്ക് ദുബായിലേക്കുള്ള വിസ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ പോയി രക്ഷപ്പെടുമെന്ന് അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അവിടെ വന്നിരിക്കുന്ന കടക്കാരോട് എല്ലാവരോടും രഘു ഇനി അവളെ കൊണ്ട് കടങ്ങളൊന്നും തീർക്കാൻ പറ്റും തോന്നില്ല, ഞാൻ കടങ്ങളെല്ലാം തീർത്തോണ്ട് എന്റെ അടുത്തേക്ക് വന്നാ മതി, പക്ഷെ L3 എനിക്ക് തരണമെന്ന് അവൻ പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലും അങ്ങനെ പറയുന്നത് കേട്ട് അവന്തികക്ക് വലിയ സങ്കടാവുന്നുണ്ട്. അവന്തിക പിറ്റേ ദിവസം തന്നെ അവളുടെ വീടിന്റെ ആധാരം എടുത്ത് ഓരോരുത്ത് പണയം വെക്കാനായിട്ട് ചെല്ലാണ്. അവിടുത്തെ ഓഡിറ്ററായി വർക്ക് ചെയ്യുന്നത് അവളുടെ അമ്മയായിരുന്നു. സ്വന്തം വീടിന്റെ ആധാരം കണ്ട അവള് അവിടുത്തെ മാനേജറെ വിളിച്ചിട്ട് അവന്തികക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കടം വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. മാനേജർ രഘുവിനെ പറ്റിയെല്ലാം പറയാണ്. ഈ സമയത്ത് രഘു തന്റെ അനിയത്തിയെ കാണാനായി ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അച്ഛൻ ഇപ്പോഴും അവനോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവന്തികയുടെ അമ്മ അവിടേക്ക് വന്ന് രഘുവിന്റെ മുഖത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. നിന്റെ കടം എന്തിനാണ് എന്റെ മകള് വീട്ടുന്നത്, നിന്റെ കടം നീ വീട്ടണം എന്നെല്ലാം പറഞ്ഞ ഒരു അമ്മ ചീത്ത പറയുന്നത് രഘുവിന്റെ അച്ഛൻ കാണുന്നുണ്ട്. വിഷമത്തോടു കൂടിയാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അച്ഛൻ പോയതിനു ശേഷം രഘു എല്ലാ സത്യങ്ങളും അവന്തികയുടെ അമ്മയോട് തുറന്നു പറയാണ്. നിങ്ങളുടെ മോൾക്ക് സ്റ്റാർബക്സിൽ തന്നെ കോഫി കുടിക്കണം, വില കൂടിയ ഡ്രസ്സ് വേണം, സ്പോർട്സ് ബൈക്ക് തന്നെ വേണം, നിങ്ങളുടെ മകളാണ് എനിക്ക് ഇത്രയും കടങ്ങൾ ഉണ്ടാക്കിയതെന്നെല്ലാം. ഇതെല്ലാം കേട്ട ഒരു അമ്മ തകർന്നു പോകുന്നുണ്ട്. വീട്ടിൽ വന്ന അവന്തികയോട് കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അവന്തികയുടെ അച്ഛൻ കടങ്ങള് സഹിക്കാൻ പറ്റാതെ കെട്ടിത്തൂങ്ങി മരിച്ചതായിരുന്നു. അയാൾ വാങ്ങിയ കടങ്ങളെല്ലാം പിന്നീട് അവന്തികയുടെ അമ്മയുടെ തലയിൽ വരാണ്. അതുകൊണ്ടാണ് ഒരു കടക്കാരന് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് താൻ അനുഭവിച്ച വേദനകളൊന്നും അവൾ അനുഭവിക്കരുതെന്ന് ആ ഒരു അമ്മ വിചാരിച്ചത്. പക്ഷെ ആക്ച്വലി രഘു ഒരു നല്ല പയ്യനാണെന്ന് ആ ഒരു അമ്മക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് നീ അവനെ തന്നെ കല്യാണം കഴിക്കാനായിട്ടും നീ ഇനി മനസ്സിലാക്കി ജീവിക്കാനായിട്ടും അമ്മ അവളെ ഉപദേശിക്കുന്നുണ്ട്. രഘുവിനെ കൺവിൻസ് ചെയ്യാനായി അവള് രഘുവിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഫ്ലാറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് ആൾക്കാർ അവളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. രഘു ഓപ്പോസിറ്റ് റൂട്ടിലൂടെ വരുന്നുണ്ട്. രഘുവിനെ കെട്ടിപ്പിടിച്ച് അവളും കരഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോയില് ക്യാമറാസ് രഘു കാണാണ്. തന്നെ പറ്റിക്കാൻ വേണ്ടി അവള് തന്നെ എന്തോ കെണി ഒരുക്കിയതാണെന്നും കരുതി രഘു അവളെ എന്തോ ഒക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. അവൾക്ക് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാത്ത ഒരാളാണല്ലോ അവനെന്ന് ആലോചിച്ച് സങ്കടം തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനില് L3യും അവളുടെ സാരിയും അവൻ വാങ്ങിക്കൊടുത്ത മാലയും എല്ലാം തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ക്യാമറ പ്രാങ്ക് ആണെന്നും പറഞ്ഞ് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ആൾക്കാർ കൊണ്ടുവച്ചതായിരുന്നു. അതോ അവന്തികയും തമ്മിൽ യാതൊരു വിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. ആൾക്കാരെ പൈസ പിടിച്ചിട്ടുണ്ടായിരുന്നു. രഘുവിന്റെ ഓഫീസിൽ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവള് വേറൊരാളെ സ്നേഹിച്ച് ബ്രേക്കപ്പ് ആയി ആ ഓഫീസിൽ തന്നെയുള്ള വേറൊരാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത്. അയാൾ എന്തോ ഒരു കാഷ്വൽ ടോക്കിനിടയില് വീട്ടുകാരെല്ലാവരും ഉള്ളപ്പോ നീ വേറൊരുത്തന്റെ കൂടെ പോയവളല്ലേ എന്ന് അവൾ അപമാനിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവളെ കാണാനായിട്ട് രഘുവും പോകുന്നുണ്ട്. നീ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും അവള് നിന്റെ പിന്നാലെ തന്നെ വന്ന ഒരു പെണ്ണാണെന്നും അവളപ്പൊ നിന്നെ എത്രയും സ്നേഹിക്കുന്നുണ്ടെന്നും പോലീസുകാരൻ അവനെ പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുണ്ട്. അവസാനം അവളുടെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കാണ്. അവനക്ക് ശരിക്കും അവന്തികയെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ അവള് കോൾ എടുക്കുന്നില്ല. എന്നാൽ അവള് വലിയ ഹാപ്പി ഒന്നും ആയിരുന്നില്ല. രഘു അവന്തികയുടെ അടുത്ത് നേരിട്ട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് അവള് പറയുന്നത്, എനിക്ക് നിന്റെ കഷ്ടപ്പാടുകളൊന്നും അറിയില്ലായിരുന്നു, എന്റെ അച്ഛൻ വാങ്ങി തരുന്ന പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, നിനക്കതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് അപ്പോഴേ എന്നോട് പറയണമായിരുന്നു എന്നെല്ലാം രഘുവിനോട് പറയുന്നുണ്ട്. ഒരു അച്ഛന്റെ സ്നേഹവും വാത്സല്യവും കിട്ടാത്തോണ്ടാണ് അവള് രഘുവിനെ ഇത്രയും ഉപയോഗിച്ചതെന്നാണ് അവള് പറയുന്നത്. ഇപ്പൊ രഘു ദുബായിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം രഘു ആ ഒരു സെയിം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവനൊരു കംപ്ലൈന്റ് ചെയ്യാനായിട്ടാണ് വരുന്നത്. കാരണം അവന്റെ ഭാര്യയും അവനും തമ്മിൽ വലിയ തല്ലാണ് അത്രേ. അപ്പൊ അവന്തികളുടെ കുഴപ്പമല്ല, ഇവൻ എല്ലാ പെൺകുട്ടികളായിട്ട് തല്ലാണെന്ന് ആ ഒരു പോലീസുകാരൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഭാര്യ അവന്തികയായിരുന്നു. ആ ഒരു സ്റ്റോറി
സ്റ്റോറി ഇവിടെ പറയുന്നില്ല. അത് സെക്കൻഡ് പാർട്ടി പറയാനും എന്താണ് അവരുടെ തല്ലിനുള്ള കാരണം എന്ന് പോലും പറയാതെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്